ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ കാരണം വെച്ചാൽ എനിക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വെറും 4-5 മാസം ആകുമ്പോഴേക്കും എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയേക്കാണ്. അതായത് എൻ്റെ 3 മില്യൺ, അതായത് 10 ലക്ഷം യൂട്യൂബിൻ്റെ ഷോർട്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിൽ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എനേബിൾ ആകുമ്പോഴാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എപ്പോഴും അത് ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 10 മില്യൺ ആയപ്പോൾ, അത് 10 മില്യൺ 3 മില്യൺ ആയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം. കാരണം വെച്ചാൽ എനിക്കിതിൽ നിന്ന് കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ അതിൻ്റെ ഹാഫ് മൈൽ സ്റ്റോൺ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അതിന് അപ്രൂവ് ചെയ്ത് വരണം യൂട്യൂബ്. കാരണം വെച്ചാൽ അത് യൂട്യൂബ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന കാര്യമൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ വരണത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഡെയിലി വീഡിയോസ് ഞാൻ ഡിസംബർ 8 2023 തുടങ്ങിയതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ റിച്ച് വോയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ എന്താ പറയുക, എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം വരെ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരു 200ഓളം പരം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പല ആൾക്കാരിൽ നിന്നും പല കമൻസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ പറയും ഇത് എന്തിട്ട് വീഡിയോ അത്. ഈവൻ എൻ്റെ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇത് എന്തിട്ട് വീഡിയോ ആടാ, ഇതെന്താണ് ഇങ്ങനെ. പക്ഷെ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ ആ വീഡിയോസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ റീച്ചൊക്കെ പോയിട്ടുണ്ടാവുക. ആ ഒരു വീഡിയോസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഇതിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ വീഡിയോസാണ് കൂടുതൽ റീച്ച് പോകും. അപ്പോൾ ഇത് കാണുന്ന പുതിയ യൂട്യൂബേഴ്സിനും കൂടി ഞാൻ പറയണത്, നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് നമുക്കറിയില്ല ഏത് വീഡിയോ ആണ് ക്ലിക്ക് ആവാന്ന്. ഞാൻ 2-3 യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ പറഞ്ഞു തന്നെ, ഷിജോ പി അബ്രഹാം, അതുപോലെ 2-3 പേരുടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ഞാനിത് നോക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം പറ്റുന്ന രീതിയിൽ അത്ര വീഡിയോസ് ഇടുക. അപ്പം ഞാൻ അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്കൊരു പ്രത്യേകിച്ച് ഇന്നേ വരെ എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഇല്ല. എനിക്ക് ഇഷ്ടമുള്ള തരത്തിലാണ് എൻ്റെ വീഡിയോസ് വരുന്നത്. ഒരു ദിവസം ഫുഡാണെങ്കിൽ, ഒരു ദിവസം ചെടികളാണെങ്കിൽ, ഒരു ദിവസം പെറ്റ്സ് ആണെങ്കിൽ, ഒരു ദിവസം ട്രാവൽ ആണെങ്കിൽ, അങ്ങനെ പല പല കാര്യങ്ങളാണ് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു 4-5 മാസം ആകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ ആയി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോഴാണ് യൂട്യൂബ് നമുക്ക് പൈസ തരാം. കാരണം വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ആയാലും ആഡ്സ് വരും, അഡ്വർടൈസ്മെന്റ് ഇടയിൽ കയറി വരുമ്പോൾ നമ്മളെല്ലാവരും സ്കിപ്പ് അടിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് വരുമ്പോഴാണ് നമ്മൾ യൂട്യൂബ് നമുക്ക് പൈസ തരാം. അത് ഇപ്പോഴും വരും. അതായത് വൺസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ ഒരാഴ്ച 1 മാസം ആകുമ്പോഴേക്കും അവർക്ക് അവരുടെ വലിയ വീഡിയോസിൽ ഇതുപോലെ അഡ്വർടൈസ്മെന്റ് വരും. പക്ഷേ എന്താ പറയുക, യൂട്യൂബ് പൈസ തരുമ്പോൾ ഈ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇനി എനിക്ക് അടുത്ത കടമ്പ എന്ന് പറയണത് 10 മില്യൺ, അതായത് 1 കോടി വ്യൂസ് ആണ് ഷോർട്സിൽ വേണ്ടത്. അതുപോലെ വലിയ വീഡിയോസ് 4000 വാച്ച് അവർ ആണ് വേണ്ടത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഇവിടെ നന്ദിയോട് ഓർക്കാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതായത് എനിക്ക് ക്യാഷിന് പുറമെ അല്ലെങ്കിൽ റവന്യൂവിനായിട്ടും കൂടുതൽ എനിക്ക് ആ അപ്ലൈ ബട്ടൺ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ലിങ്ക് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കണം. ലിങ്ക് അല്ല, ആ ഒരു ഐക്കൺ ഡിസേബിൾ ആയിട്ടാവും കിടക്കേണ്ടാവുക. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്ലൈ ചെയ്തു ആയിട്ട് അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2-3 ആഴ്ച, നിയർലി 1 മാസമൊക്കെ പിടിക്കും ആ യൂട്യൂബ് നമുക്ക് തിരിച്ച് അത് റിവ്യൂസ്, നമ്മുടെ വീഡിയോസൊക്കെ റിവ്യൂ ചെയ്തിട്ടായിരിക്കും യൂട്യൂബ് നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ തരാം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് പൈസ തരില്ല. ഈ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യം കേട്ടോ പറയണേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇങ്ങനെ സൂപ്പർ താങ്ക്സ്, അതായത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഓരോരോ ഐക്കൺസ് കാണാൻ പറ്റും. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് എനിക്ക് തരാൻ പറ്റും. അതാണ് ഈ ഹാഫ് മോണിറ്റൈസേഷൻ്റെ പ്രത്യേകത. പക്ഷേ ദൈവം സഹായിച്ചിട്ട് വലിയ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അവർക്ക് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അതായത് അവർക്ക് വരെ കിട്ടിയിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോസ് കാണുന്നു, ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിന്റെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. നമ്മൾ ജസ്റ്റ് കാണും, സ്കിപ്പ് അടിച്ച് വിടും. അല്ലെങ്കിൽ അതിൽ ഈവൻ റിലവൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ ആരും പൈസ കൊടുക്കില്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും ആ ഒരു കടമയാണ് എൻ്റെ എത്തിയിരിക്കുന്നത്. അത് നിങ്ങളെനിക്ക് പൈസ തന്നില്ലെങ്കിലും നിങ്ങൾ എൻ്റെ കാണിച്ച സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കുറച്ച് ബോറിംഗ് ആയാലും അത് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും 3-4 മാസം നിങ്ങൾ കണ്ടിരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നായിട്ട് കാണുക. ഇപ്പം എനിക്കത് വീണ്ടും ഒരു മോട്ടിവേഷനായി. കാരണം ഒരു സമയത്ത് എനിക്ക് വീഡിയോസ് ഇടാനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോറടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇതെന്താ ചെയ്യുക, അപ്പോഴാണ് ഈ ഒരു
അപ്ലൈ ബട്ടൺ ഓൺ ആയി നിൽക്കുന്നത് ഞാൻ കാണാം. അതായത് 3 മില്യൺ ഷോർട്സ് വ്യൂസ് എൻ്റെ ആയത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ഓൺ ഡൂയിങ് വീഡിയോസ്. കുറേ പേര് പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് കുറച്ചും കൂടിയും എന്താ പറയുക, എന്തെങ്കിലും അടിപൊളി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടൂടാ നിങ്ങൾക്കൊക്കെ. എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ കാണുന്ന നിങ്ങൾ ഈച്ച് ആൻഡ് എവറി വൺ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ യൂട്യൂബ് നമുക്കതനുസരിച്ച് ഇപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ യൂട്യൂബ് അത്യാവശ്യം വരുമാനം അല്ലെങ്കിൽ പൈസ നമുക്കൊരു പോക്കറ്റ് മണി എന്നൊക്കെ പറയില്ലേ, പോക്കറ്റ് മണി പോലെ നമുക്ക് യൂട്യൂബ് പൈസ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എനിക്കിപ്പോൾ 7500+ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവരോട് എല്ലാവരോടും ഈച്ച് ആൻഡ് എവറി സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് അടിപൊളി താങ്ക്സ് പറയാനാണ്. എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് എല്ലാവരുടെ അടുത്തും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യാൻ പോണവർക്കും ഞാൻ വീണ്ടും നന്ദി പറയാണ്. എനിക്ക് വാക്കുകളില്ല. അത്രയും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ അത്ര തന്നെ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.